എന്തിനാ മോളെ നീ ആ സുവറിന്റെ ഹോസ്പിറ്റലിലേക്ക് അമ്മനെയും കൊണ്ട് പോയത്? ഞാൻ ഒറ്റയ്ക്ക് പിന്നെ എന്ത് ചെയ്യാനാ വാപ്പച്ചി? ഇത്ത പറഞ്ഞിട്ട് കേൾക്കാത്ത വാപ്പച്ചി. ഞാൻ പറഞ്ഞ തൃശ്ശൂർ പോവാന്ന്. വലിയ ഫ്രണ്ടല്ലേ ശേഖരൻ പേരാ മോള്. നീ പോടാ. അതിനെ ചൊല്ലി ഇനി വഴക്ക് വേണ്ട. ഞാൻ ഇനി എവിടേക്കുമില്ല. എനിക്കിപ്പോ അങ്ങനെ ഒരു അസുഖവും ഇല്ല. വരമ്മവ ആ വടക്കേതിലെ കുട്ടി വന്നാ ഊണിന്റെ പണി നോക്കാൻ പറയൂ. കുട്ടി പോയി കിടന്നോളൂ. അച്ഛാ, എന്താ നമ്മള് ചെയ്യാ? എക്സ്പേർട്സിന് ആരെങ്കിലും കാണിക്കണം. ഉടനെ അയാളോട് പറഞ്ഞാ കേക്കില്ല. ഇത്തിരി വാശി കൂടുതല. എന്തിനും ഞാൻ ഡോക്ടർ രാമചന്ദ്രനെ ഒന്ന് വിളിക്കാം. സുഹറാ മോളെ. സായിറാം. വേണ്ട വെച്ചോ. എന്താ ഭാനുമതിക്ക്? ഒരു നെഞ്ചരിച്ചില് വന്നു. കുഴപ്പമൊന്നുമില്ല. ഉടനെ കൊടുക്കാൻ ഒരു ഇഞ്ചക്ഷനും ചില ടാബ്ലറ്റ്സും അത് കഴിഞ്ഞ് റെസ്റ്റ് എടുക്കാനുമാ പറഞ്ഞ്. നാളെ തൃശ്ശൂർക്ക് കൊണ്ടുവല്ലാനും പറഞ്ഞു. അത് മതിയാവും. ഇവിടെ ആടോ കുറെ നാളായല്ലോ. ഞാനൊന്ന് പുട്ടപ്പുറത്തി വരെ പോയി. കുറച്ച് ദിവസമായിട്ടുള്ള ഒരു ആലോചനയായിരുന്നു. എന്തായിരുന്നു ശേഖരന്റെ ഹാലടക്കം? എന്നോടൊപ്പം തന്നെ ഒരുത്തൻ വീട്ടിൽ വിളിച്ച് വിവരം പറഞ്ഞു. ഓ നന്നാവൂല ശേഖരൻ. അയാളിപ്പോ എന്താ ചെയ്ത്? അവിടെ ചികിത്സയില്ല എന്ന് പറഞ്ഞു. ഹോസ്പിറ്റലിന്റെ ഓണർ അയാളാവുമ്പോ പറയാലോ. അവന്റെ ഹോസ്പിറ്റല് പ്രാന്താണ്. അവന് പ്രാന്ത്. വാരര കല്ലി അടങ്ങിയിട്ടില്ല. എന്താ സംശയം? ഇന്നത്തെ ശേഖരന്റെ ഗോവിളി കണ്ടപ്പോ മകനായിരുന്നു അച്ഛന്റെ സ്ഥാനത്തെങ്കിൽ ഞാൻ ചിന്തിച്ചു പോയി. ആ ഒറ്റക്കയ്യനെ ചുമരിന്റെ മേലെ ചവിട്ടി തേച്ചേനെ അവൻ. ഞാൻ ഡോക്ടറോട് സംസാരിച്ചേ. അപ്പോ മൂപ്പര് പറയണത് എനിക്കങ്ങനെ വയ്യായി ഒന്നുമില്ല. ഒരു നെഞ്ചുവേന വന്നോന്ന് കേട്ടപ്പോ വാര്യമ്മവൻ ഉണ്ടാക്കിയ കോലാഹല. മരിച്ചു പോയവരെ സ്വപ്നം കണ്ട അത് നല്ലതാണോ മോശാണോ? എന്താ അങ്ങനെ ചോദിക്കാൻ? ഈയിടെയായി അച്ഛനും ശാരദയും ഇടയ്ക്കിടയ്ക്ക് സ്വപ്നം കാണുന്നുണ്ട്. നല്ലതല്ലേ? സ്വപ്നത്തിലെങ്കിലും അവരെയൊക്കെ കാണാൻ കഴിയാന്ന് വെച്ചാ. അതെ. എന്താ അവന്റെ വർത്തമാനം? എത്ര ദിവസമായി കുട്ടി ഇങ്ങോട്ടൊന്ന് വന്നിട്ട്? ഒന്ന് അന്വേഷിക്കോ? ഓ, അന്വേഷിക്കാലോ. എത്രയും വേഗം വരാൻ പറയുകയും ചെയ്യാം. പോരെ? അവനോട് ദേഷ്യമൊന്നുമില്ലല്ലോ? എന്തിനാ ഇപ്പൊ ദേഷ്യം? തനിക്കിഷ്ടമുള്ള വഴിക്ക് മക്കള് നടന്നു കാണാൻ രക്ഷിതാക്കൾ ആഗ്രഹിക്കും. അത് സാധിക്കണമെന്നില്ല. എനിക്കൊട്ടും പാടില്ല അത്തരം ആഗ്രഹങ്ങൾ. അമ്മയുടെ ആഗ്രഹം പോലൊരു മകനാകാൻ അവരുടെ മരണം വരെ കഴിയാത്തവനാണ് ഞാൻ. അയാള് പഴയ നീലകണ്ഠന്റെ അത്ര വഷളനൊന്നും അല്ലടോ. പഠിത്തം ഡിഗ്രി കൊണ്ട് നിർത്തി പണി ഏതെന്ന് നോക്കാതെ പണം ഉണ്ടാക്കാൻ ഇറങ്ങി തിരിച്ചു. അതെനിക്ക് ഇത്തിരി പ്രയാസം ഉണ്ടാക്കി എന്നുള്ള സത്യ. അത്രേ ഉള്ളൂ. ഈശ്വരന്മാരെ, എന്റെ കുട്ടിക്ക് ആപത്തൊന്നും വരുത്താതെ നോക്കിക്കൊള്ളണേ. അയാൾക്ക് എന്താ ആപത്ത് വരാൻ? ഭാര്യര് പറയും പോലെ ഇത് അയാളുടെ കാലമല്ലേ, കാർത്തികേയൻ മുതലാളിയുടെ കാലം.